നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ജലത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ ശസ്ത്രക്രിയകൾ മുടങ്ങി. ഒരാഴ്ചത്തേക്ക് ശസ്ത്രക്രിയകൾ മാറ്റിയെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. വീണ്ടും പരിശോധന നടത്തി ബാക്ടീരിയ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ഇനി ശസ്ത്രക്രിയകൾ നടക്കുക. ഇന്ന് നടക്കാനിരുന്ന 20ഓളം ശസ്ത്രക്രിയകളാണ് മാറ്റിയത്. പ്രസവ സംബന്ധമായ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ആഴ്ചയിൽ 60ലധികം ശസ്ത്രക്രിയകൾ നടക്കാറുണ്ട്. ഇത്രയും മുടങ്ങുമെന്ന ആശങ്കയിലാണ് രോഗികൾ. അതേസമയം ബദൽ സംവിധാനങ്ങൾ ഒരുക്കി ശസ്ത്രക്രിയകൾ നടത്താൻ ശ്രമിക്കുന്നതായി ആശുപത്രി അധികൃതർ പ്രതികരിച്ചു. മാസത്തിലൊരിക്കൽ ജലം പരിശോധിക്കുക പതിവുണ്ട്. ഇന്നലെ ലഭിച്ച ഫലത്തിൽ ബാക്ടീരിയയുടെ അളവ് കൂടുതലെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതോടെ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാൻ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാർ നിർദ്ദേശം നൽകുകയായിരുന്നു. വാട്ടർ ടാങ്ക് അടിയന്തരമായി വൃത്തിയാക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. കോളിഫോം ബാക്ടീരിയയുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വാട്ടർ അതോറിറ്റിയുടെ കാളിപ്പാറ പദ്ധതിയിൽ നിന്നുള്ള ശുദ്ധജലമാണ് ആശുപത്രിയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ ജലത്തിലാണ് ബാക്ടീരിയ ഉള്ളതെന്ന് പറയാനുമാവില്ല. ജനറൽ ആശുപത്രിയുടെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കാലതാമസമുണ്ടായി എങ്കിൽ ബാക്ടീരിയയുടെ ഉറവിടം അതുതന്നെയാകാനാണ് സാധ്യത. ഇക്കാരണത്താലാണ് ടാങ്ക് അടിയന്തരമായി ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകിയത്.